ഇന്നത്തെ കാലത്ത് ഒരു ചായ ഉണ്ടാക്കാൻ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? എന്നാൽ നിനക്കൊരു ചായ നേരെ ഉണ്ടാക്കാൻ അറിയില്ലേ, ഇതെന്തൊരു ചായയാണ് എന്നീ ചോദ്യങ്ങൾ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കിയാൽ ഇനി നിങ്ങളോട് ആരും തന്നെ അങ്ങനെ പറയില്ല. മാത്രമല്ല, നിങ്ങളൊരു ചായ സ്പെഷ്യലിസ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചായക്ക് ഒരു പ്രത്യേക മണവും രുചിയുമാണല്ലേ? അതുപോലെ ഒരു ചായ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഞാനിന്നിവിടെ 2 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്. അതിനായി നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ്സിൽ തന്നെ 1.25 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലും. ഈ ഒരു അളവിലെടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് 2 ഗ്ലാസ് ചായ കിട്ടുകയുള്ളൂ. പാലിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കറക്റ്റ് 1 ഗ്ലാസ് പാല് തന്നെയാണ് എടുക്കുന്നത്. എനിക്കും ആദ്യം ചായയുടെ ABCD അറിയില്ലായിരുന്നു. പാലിലാണോ തേയില, വെള്ളത്തിലാണോ തേയില, പാലിൽ മാത്രമാണോ ചായ ഇടുന്നത്, തേയിലപ്പൊടി എപ്പോൾ എങ്ങനെ ഇടണം എന്നൊന്നും അറിയാത്ത ഞാൻ ഇപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചായ ഇടുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചായ ഉണ്ടാക്കി കുടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ തട്ടുകടകളിൽ നിന്ന് കിട്ടുന്ന നാടൻ ചായയുടെ രുചി തന്നെ ഇതിനുണ്ടാവും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാല് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ തേയില വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളവും വച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ തേയില ചേർത്ത് കൊടുക്കാവൂ. 2 ഗ്ലാസ് ചായക്ക് ഞാൻ ഈ ഒരു അളവിൽ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ തേയിലപ്പൊടിയുടെ കടുപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് AVTയുടെ തേയിലപ്പൊടിയാണ്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ പാലും ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽ ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യമൊക്കെ എൻ്റെ മടി കാരണവും എളുപ്പത്തിനും വേണ്ടി ചായ ഉണ്ടാക്കിയിരുന്നത് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ്. പാലും തേയില വെള്ളവും തേയിലയും പഞ്ചസാരയും എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒരുമിച്ചിട്ടാണ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതും ചായയാണ്, എന്നാൽ ഇത് വേറൊരു ടേസ്റ്റുള്ള നല്ല സൂപ്പർ ചായയാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സ്ഥിരം ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് എൻ്റെ രീതിക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അച്ഛൻ എപ്പോഴും ദേഷ്യം വരാറുണ്ട്. അവരൊക്കെ ഇന്നും ഈ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ തേയില വെള്ളം ഒരു അരിപ്പ ഉപയോഗിച്ച് വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേയില വെള്ളത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ചായ അരിക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പയാണിത്. അതുകൊണ്ടാണ് ഈ ഒരു കളർ, തേയിലയുടെ കറ അതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാലും അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 പ്രാവശ്യം നല്ല രീതിയിലൊന്ന് പൊക്കി നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് ബാക്കിലോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പൊക്കി ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല പത കിട്ടും. ചായ ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഗ്ലാസ്സിൻ്റെ അടുത്ത് വെച്ച് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ബേക്കിലോട്ടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പതയായിട്ട് ചായ കിട്ടും. എന്നാൽ ചിലർക്ക് ഇങ്ങനെ ചായയിൽ പതയുള്ളത് ഇഷ്ടമല്ല അല്ലേ? എനിക്ക് പേഴ്സണലി അങ്ങനെ പതയുള്ള ചായ വലിയ ഇഷ്ടമല്ല. എന്നാൽ മറ്റു ചിലർക്ക് ചായ നല്ല പതഞ്ഞ് തന്നെ ഇരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ തട്ടുകടകളിൽ നിന്നും ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചായയുടെ പകുതി, ആ ഗ്ലാസിൻ്റെ പകുതിയും പതയായിരിക്കും. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചായ എന്ന് പറയുന്നത് പാൽപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ചായയാണ്. അത് എത്ര കിട്ടിയാലും ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ പാൽപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ചായ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചായ ഉണ്ടാക്കി നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.